തിരക്കേറിയ ജീവിതത്തിൽ ഫിറ്റ്നസ്സിന് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ ഫിറ്റ്നസ് തന്നെ ഒരു ബിസിനസ്സായി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ ഈ ചോദ്യത്തിനെല്ലാം ഉത്തരമാണ് ഇന്ന് ഇൻ്റർവ്യൂവിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 20 വർഷമായി ഫിറ്റ്നസ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഷാജഹാനാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് എങ്ങനെ ഫിറ്റ്നസ് ബിസിനസ് ആരംഭിക്കാം, എങ്ങനെ നമുക്ക് ഫിറ്റ്നസ് ജീവിതത്തിലും പ്രാവർത്തികമാക്കാം എന്ന് നമുക്കറിയാം. നമുക്ക് സ്വാഗതം ചെയ്യാം ഷാജഹാൻ. ഹലോ സാർ. സുഖം. അപ്പോൾ നമ്മളൊരു ഫിറ്റ്നസിനെ കുറിച്ചാണ്, ഫിറ്റ്നസിനെ എങ്ങനെ ബിസിനസ് ആക്കി മാറ്റാമെന്നാണ്. ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഈ ജനറേഷൻ എല്ലാം, ഏകദേശം എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും ഈ ഒരു ഫിറ്റ്നസിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങണമെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപയാണ് ആദ്യം നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ ജനറേഷൻ മാത്രമല്ല, നമ്മൾ ADയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഫിറ്റ്നസ് എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ എല്ലാവരും കളരി, മറ്റേ ബാക്കിയുള്ള പോർവാൾ, മറ്റേ കുതിരപ്പട, അങ്ങനെ പല ഇതിലും ഫിറ്റ്നസ്സായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞ് സമയമില്ലാതെ മാറി വന്നതാണ്. ലാസ്റ്റ് നമ്മൾ എത്തിയതാണ് ഈ ജിമ്മിൻ്റെ ഇത്. അതായത് ബാക്കിയുള്ള കളികളെല്ലാം ഒരു ഗ്രൂപ്പായിട്ടോ അല്ല കൂടെ ഒരാളുണ്ടാകണം, അല്ല ആഫണൻ്റായിട്ട് ആരെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഈ ജിമ്മെന്നുള്ളത് അവരവർ സ്വന്തം ചെയ്യാൻ പറ്റിയ ഒരു ഫിറ്റ്നസ് ഇതാണ്. സോ ഇതിൽ നമ്മൾ വന്ന് ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. സോ അതാണ് ഇപ്പോൾ ഉള്ള ജീവിതം. ഇപ്പോൾ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് പറഞ്ഞെങ്കിലും അവർ എപ്പോൾ ഊരിപ്പോകും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. സോ സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം നമ്മൾ പഠിക്കുന്നത് ജിമ്മിൽ നിന്നാണ്. ജിമ്മിൽ ആദ്യം എത്തിച്ചേരുമ്പോൾ അവർ സ്വന്തം അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ലൈഫ് സ്റ്റൈല്, ഇപ്പോൾ സ്റ്റുഡൻസ് ആകട്ടെ, വലിയവരാകട്ടെ, ചെറിയവരാകട്ടെ, സോ എല്ലാവർക്കും അത്യാവശ്യമുള്ളത് ജിമ്മാണ്. ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എത്ര രൂപയാണ് ആവശ്യം വരുന്നത് ഒരു ജിം സ്റ്റാർട്ട് ചെയ്യാൻ? ഇപ്പോൾ ഡിപ്പെൻസ് ആണ്, ഓരോ സ്ഥലത്ത് ഇതനുസരിച്ച് നമുക്ക് മാറുമായിരിക്കാം. എന്നാലും ഒരു ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ജിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സക്സസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ സക്സസ്സിന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണ സ്ഥലമായിരിക്കും. ആ സ്ഥലം നമ്മളുടെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബെനിഫിറ്റ്സ് കൂടുതലാണ്. സോ ആ സ്ഥലം റെൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോൾ ആ റെൻറ്റ് കൂടും, എപ്പോൾ ആ റെൻറ്റ് നമുക്ക് ഇത് ചെയ്യും, ആ സ്ഥലത്തിൻ്റെ വാല്യൂഷൻ എപ്പോൾ മാറും, സോ നമ്മൾ എപ്പോഴാണ് നമ്മൾ അത് മാറ്റേണ്ടി വരും എന്നുള്ളതെല്ലാം ആ സ്ഥലത്തിനെ ഇതാക്കിയാണ് ഡിപ്പെൻഡ് ചെയ്താണുള്ളത്. സോ നമ്മൾ ആദ്യം ഒരു സ്ഥലം ഉണ്ടായി നമുക്ക് അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മളത് തുടങ്ങണം. അത് നമ്മൾ ചെറിയ സ്ഥലമാവട്ടെ വലിയ സ്ഥലമാവട്ടെ അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എക്യുപ്മെൻറ്റ്സ് വന്ന് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ എക്യുപ്മെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വില പോകുള്ളൂ. സാധാരണ ഒരു ജിമ്മ് തുടങ്ങണം അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ലക്ഷം റുപ്യ തൊട്ട് തുടങ്ങാൻ പറ്റും. സോ ഇതിന് ഇത്ര തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇല്ല. സോ ഇപ്പോൾ എല്ലാം അഡ്വാൻസ് പറഞ്ഞിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക നമ്മളുടെ ബിസിനസ് സക്സസ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാതെ പോകുമ്പോഴാണ് നമ്മൾക്ക് ആ ബിസിനസ് എപ്പോഴും ഡള്ളാവുന്നത്. സോ നമ്മൾ ക്ലയൻസ് ഓരോരുത്തരും വന്ന് ഇനിയും അധികം ഓരോ മാസങ്ങളാകുമ്പോഴും അവർക്ക് അവരുടെ അത്യാവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. സോ അതേപോലെ അത് നമ്മളെ എഫർട്ട് ചെയ്യണതാണ്. പറഞ്ഞതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞത് ഏകദേശം 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ജിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണ് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞത്? അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു റൈറ്റ് പ്ലേസ് ചൂസ് ചെയ്യുന്നത്? ഈ ഒരു ജിം തുടങ്ങാനുള്ള ഒരു റൈറ്റ് സ്ഥലം നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? ജിമ്മ് തുടങ്ങാനുള്ള കറക്റ്റായ സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അധികം ക്രൗഡഡ് ഉള്ള സ്ഥലമാണ് എല്ലാവർക്കും പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ ജിമ്മിൻ്റെ ഉള്ളിൽ ഒരു 30 മിനിറ്റോ 1 മണിക്കൂറോ 2 മണിക്കൂറോ നടക്കാൻ പറഞ്ഞാൽ നടക്കും. ജിമ്മിന് പോകാനായിട്ട് ഒരു 10 മിനിറ്റ് നടക്കണം പറഞ്ഞാൽ ആരും ചിന്തിക്കും. എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് എവിടെ ഉണ്ടോ നമ്മൾ പോകാൻ പറ്റും. അതാണ് നമ്മളുടെ കംഫർട്ടബിൾ എന്ന് നമ്മൾക്കായി. പണ്ട് കാലങ്ങളിൽ ഓരോരുത്തരും ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് ടാക്സി പിടിച്ച് പോകും. ഇപ്പോൾ ഡോർ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മാത്രം തന്നെ വീട്ടിൽ നിന്ന് വെളിയിൽ വരാൻ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ളൂ, എല്ലാവർക്കും ചിന്തിക്കുന്നത്. സോ അത് കാരണം നമുക്ക് ക്രൗഡഡായ ഏരിയ, നല്ല ആൾക്കാർ കൂടുന്ന സ്ഥലം അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് ഇതാവുള്ളൂ. മാക്സിമം കോളേജസ്, സ്കൂള്, IT പാർക്ക്, സോ ഇങ്ങനത്തെ ഇതെല്ലാം ഉള്ള ഒരു ക്രൗഡഡ് ഏരിയയാണ് നല്ല ബിസിനസ് സക്സസ് ആയിട്ട് പോകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു ജിം ഒരു വില്ലേജ് ഏരിയയിൽ തുടങ്ങുന്നതിനെ കുറിച്ച് എങ്ങനെയാണ്? അവിടെ സക്സസ് ആവാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും അല്ലേ? ഇപ്പോൾ മീൻസ് എല്ലാവരും ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. അപ്പോൾ ഗ്രാമങ്ങളിൽ ക്രൗഡ് അത്യാവശ്യം ആൾക്കാരുണ്ടാവും, പക്ഷെ അവിടെ തുടങ്ങിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വില്ലേജ് ഏരിയ എന്ന് പറയുമ്പോൾ മാക്സിമം കാലത്ത് മാത്രം തന്നെ നമുക്ക് അധികം തിരക്ക് വരുള്ളൂ.
ഇവിടെ ടൗൺഷിപ്പിൽ എന്ന് പറയുമ്പോൾ കാലത്ത് തൊട്ട് രാത്രി വരെ 24 hours വരെ സ്പെഷ്യൽ എല്ലാ സമയം ഓപ്പൺ ഉള്ള ജിംസ് ഉണ്ട്. വില്ലേജസ് എന്ന് പറയുമ്പോൾ കാലത്ത് ഒരു 5 to 10, ഈവനിങ് ഒരു 5 to 10 അല്ല 4 to 10 ഈ സമയം തന്നെ ആൾക്കാർ വരുള്ളൂ. സോ ആ സമയങ്ങളിൽ വരുന്നവരെല്ലാം മൊത്തമായിരിക്കും വരുന്നത്. സോ നമ്മൾ അവിടെ വന്ന് സർവീസ് അധികം കൊടുക്കണം. സോ ഇവിടെ എല്ലാം ബിസിനസ്സാണ്. അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ സർവീസായി കൊടുക്കണം. സർവീസായി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു 10 പേര് 20 പേരിനെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഇത് വരും. എന്താണെന്ന് വെച്ചാൽ അവിടെ സക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ട്രെയിനിങ് പ്രോപ്പറായിട്ട് ഉണ്ടാവണം. സോ നമ്മൾ അധികം ട്രെയിനേഴ്സിനെ വെച്ച് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സോ വില്ലേജാണ്, ഇൻകം കുറവായിരിക്കും. ആ കിട്ടുന്ന ഇൻകമിൽ ജിമ്മിൻ്റെ മെയിൻ്റനൻസ് പോകണം, ട്രെയിനർ ചാർജ് വേണം, ഇൻവെസ്റ്റ് ചെയ്തതിന് നമുക്ക് പ്രോഫിറ്റ് വേണം. സോ ഇതെല്ലാം വന്ന് നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രെയിനറോ 2 ട്രെയിനറോ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ 2 ട്രെയിനർ എന്ന് പറയുമ്പോൾ ഒരു ട്രെയിനർ 2 ട്രെയിനർ വന്ന് വർക്കൗട്ട് ബേസ് എല്ലാമേ വന്ന് ജിമ്മിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം ഫോളോ ചെയ്യണം. ബാക്കിയുള്ള ട്രെയിനേഴ്സ് ക്ലയൻസിനെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് അവർക്ക് നിറയെ ആക്ടിവിറ്റീസ് കൊടുക്കണം. ആക്ടിവിറ്റീസ് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഹാപ്പി ഹോർമോൺസ് ഒന്ന് കൂടും. സോ അതിനാണ് ഇപ്പോൾ അധികം വന്ന് എല്ലാവരും വന്ന് ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജിമ്മ് ഈ വില്ലേജ് സൈഡ് ഉള്ളവരെന്ന് പറയുമ്പോൾ ഈ വെയിറ്റ് തൂക്കുന്നത്, മസിൽ കാണിക്കുന്നത് ഇതെല്ലാം വന്ന് അധികം ഫോക്കസ് ചെയ്യില്ല. അവർക്ക് ആ ടൈം അവർക്ക് ഹാപ്പി ആയിട്ട് വരണം, ഒന്ന് സ്വെറ്റാകണം. ഇതൊക്കെയാണ് അവരുടെ സ്ഥലത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. ഇവരുടെ അത്യാവശ്യം ഒന്ന് ഹാർട്ട് റേറ്റ്, ബ്രെത്ത് കൺട്രോൾ ഇതെല്ലാം വന്ന് ഇമ്പ്രൂവ് ആകണം, ഒന്ന് സ്വെറ്റാകണം. സോ അതിന് നമ്മൾ ട്രെഡ്മിൽസ് അധികം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വരുന്നവരെല്ലാവരും ഒറ്റ സമയത്ത് 10-20 ട്രെഡ്മിൽ യൂസ് ചെയ്യാൻ അവിടെ നമ്മൾക്ക് കപ്പാസിറ്റിയോ സ്പേസോ ഉണ്ടാവില്ല. സോ അവർക്ക് വന്ന് നമ്മൾ ചെയ്യേണ്ടത് വന്ന് ഗ്രൂപ്പ് ക്ലാസ്സസ് പോലെ ഒരു ഏരിയ വെച്ച് ആ ഏരിയൻ്റെ ഉള്ളിൽ 10-20 പേര് ടൈം സ്ലോട്ട്സ് വെച്ച് ചെയ്യുമ്പോഴാണ് അവർ സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ജിമ്മും അത്യാവശ്യമാണ്, എക്യുപ്മെൻറ്റ്സും അത്യാവശ്യമാണ്. സോ അത് അത്യാവശ്യമുള്ള ചെക്കന്മാർ അത് ചെയ്തോളും. ബാക്കിയുള്ളവർ എല്ലാവരെയും നമ്മൾ കവർ ചെയ്യണം. കുറച്ച് എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവർ ഇപ്പോൾ ടൗണിലാണെന്നുള്ളപ്പോൾ ആൾക്കാർ മാറി 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 വന്നിട്ട് വരിക്കും. വില്ലേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഉള്ളവർ തന്നെ. സോ പുതിയതായിട്ട് ആരെങ്കിലും നാട്ടിലേക്ക് വന്ന് ബിസിനസ് ചെയ്യണേ അല്ല പുതിയതായിട്ട് ആരെങ്കിലും അവിടെ വരുന്നുണ്ടെന്നുള്ളത് ഭയങ്കര കുറവായിരിക്കും. അവിടെ ഉള്ളവർ തന്നെ മാറി മാറി വന്നിട്ട് പോകും, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ വരുന്നവർ അവിടെ തന്നെ പിടിച്ചു നിർത്തണം എന്നുള്ളപ്പോൾ നമ്മൾ സർവീസ് നല്ലപോലെ കൊടുക്കണം. അതേപോലെ അവരോട് നല്ല സംസാരിച്ച് അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സിന് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ പുഷ് ചെയ്യണം. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു വേറൊരു സംശയം തോന്നിയത്. അതായത് ഇപ്പോൾ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് ജിം, അതായത് ഒരു ജിമ്മായിരിക്കില്ല ഉണ്ടാവുന്നത്, അവിടെ ഡിഫറെൻറ്റ് ജിംസ് ഉണ്ടാവും, കുറേ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ടാവും. അവിടെ നിന്ന് നമ്മുടെ ആ ഒരു ജിമ്മിൽ ആൾക്കാരെ എത്തിക്കാനുള്ള ആ ഒരു എന്താണ് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ജിം സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു ജിമ്മ് ഓപ്പൺ ചെയ്യണമെന്ന് തൊട്ട് നമ്മൾ അത് ഫോളോ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു ജിമ്മ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ജിമ്മിലുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ കൃത്യമായി നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മൾ വലിയ ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് സമയമില്ല, ഇവർക്ക് സമയമില്ല, അല്ല നമുക്ക് ഇതാണ് നല്ല നേരം, അതെല്ലാം നോക്കി നമ്മൾ പെട്ടെന്ന് നമ്മൾ ജിമ്മ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ബാക്ക് കുറേ ആകും, ബാക്കിയുള്ള ജിമ്മിന് ബെനിഫിറ്റ്സ് കൂടുതലാകും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇതാക്കുന്നതാണ്. സോ നമ്മൾ അവിടെ ആരിനെ വേണമെങ്കിലും ഗസ്റ്റ് എപ്പോൾ വേണമെങ്കിലും വരുത്തിപ്പിക്കാം. സാധനങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ജിമ്മ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഉള്ളിൽ വരുന്നുണ്ട്, ഈ ജിമ്മിൽ ബെഞ്ച് പ്രസ് ഇല്ല, അല്ല ഒരു ലെഗ് പ്രസ് ഇല്ല, അത് നമ്മൾ പൈസ അധികം തന്നെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ ആ സാധനം അവിടെ എത്തിയിട്ടുണ്ടാവില്ല. സോ അപ്പോൾ ഇവിടെ കാണുമ്പോൾ ആദ്യം വന്ന് കാണുന്നത് റിസപ്ഷൻ. സോ അവിടെ നമ്മൾ സംസാരിക്കുന്ന രീതിയുണ്ട്. നമ്മൾ റിസപ്ഷനിൽ ഉള്ളിൽ എത്തിയ പാട് അവരിനെ വെൽക്കം ചെയ്യണം, അവരിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കണം. അവരിൻ്റെ ആവശ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം നമ്മൾ സംസാരിക്കാൻ തുടങ്ങണം. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വരുന്നവർ ചിലപ്പം ഇതിൻ്റെ മുന്നേ ജിമ്മിൽ പോയിരുന്നവരായിരിക്കും, അല്ല പുതിയതായിട്ട് വന്നവരായിരിക്കും, അല്ല എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസായിട്ട് പ്രത്യേകിച്ച് അവർക്ക് ജിമ്മിന് പോകാനുള്ള അത്യാവശ്യം കൊണ്ട് വന്നവരായിരിക്കും. സോ അവരിൻ്റെ ആവശ്യങ്ങളെല്ലാം ചോദിച്ച് അവരിൻ്റെ നല്ല രീതിയിൽ അവരിൻ്റെ ആവശ്യങ്ങൾ ഇപ്പോൾ ഒരുത്തർ വരുന്നുണ്ട്, ഇപ്പം നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോർണിംഗ് വേക്കപ്പ് ടൈം, നൈറ്റ് സ്ലീപ്പ് ടൈം, ഇതിൻ്റെ നടുവിൽ നിങ്ങൾ കഴിക്കുന്ന സമയം, വർക്ക്, ഇതെല്ലാം വന്ന് നമ്മൾ ആദ്യം ചോദിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവണം. അതിനുശേഷം ഇതിന് മുന്നേ അവർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അവർ നിർത്തിയത്, അങ്ങനെ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. ഇപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങൾ ജിമ്മിൽ വന്നിട്ടുണ്ടായി 1 മാസം 2 മാസം പോയി പെയിന് കാരണം നിർത്തിയെന്ന് വരും. ചില പേര്
ബ്രീത്ത് ഇഷ്യൂസ് വന്ന് ഹെഡേക്ക് വന്ന് അല്ല എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ചെറിയ ഒരു ജിമ്മിൽ പോയപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അവർക്ക് വന്നെന്ന് പറയുമ്പോൾ അതിനുശേഷം അവർ എന്താ ചെയ്ത് എന്തെങ്കിലും അവർക്ക് മെഡിക്കൽ ഇത് എന്തെങ്കിലും ഉണ്ടാ മെഡിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാ ഹിസ്റ്ററി ഉണ്ടാ അതെല്ലാം വന്ന് നമ്മൾ ചോദിച്ച് അതിന് അനുസരിച്ച് നമ്മൾ അവരിനെ കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ ഓരോ ജോലിയിലുള്ളവരിനെയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു ജോലി നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഉറക്കം ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് കഴിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. ടെക്കി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈല് വേറെ വേറെ ആയിരിക്കും. സോ അവർ കാലത്ത് എണീക്കണമെന്ന് തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ എല്ലാം വ്യത്യാസം ഉണ്ടാവും. സോ ഓരോ ആൾക്കാരിന് അവരിൻ്റെ അത്യാവശ്യം നമ്മൾ അറിയണം, അപ്പോഴേ നമ്മളുടെ ബിസിനസ് സക്സസ് ആവുള്ളൂ. സോ നമ്മൾ ആദ്യം ഉള്ളിൽ വരുമ്പോൾ അവരിനെ പ്രോപ്പറായിട്ട് അവർക്ക് ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അവർക്ക് പറഞ്ഞിരിക്കണം. സോ അവരിൻ്റെ ടൈമിങ്ങിൽ നമ്മൾ എങ്ങനെ സർവീസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്നുള്ളത് തെളിയിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് ശേഷമാണ് എക്യുപ്മെൻറ്റ്സ് എല്ലാം കാണിക്കാനുള്ളത്. സോ നമ്മളുടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾക്ക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ട്, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അവരിൻ്റെ ടൈം അവർ വരുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കും, സോ അവർക്ക് നമ്മൾ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും അങ്ങനെ എന്നുള്ളത് അവർക്ക് തെളിയിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്ന ക്ലയൻസിനെ ഹാപ്പി ആയിട്ട് വരുന്ന ക്ലയൻസിനെ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അവരുടെ അത്യാവശ്യങ്ങൾ അധികം സംസാരിക്കാൻ സമയം ഉണ്ടാകില്ല. ഒരു കയ്യിൽ ബാഗ് വെച്ചിട്ട് സാധനം വെച്ചിട്ട് പെട്ടെന്ന് ജിമ്മ് കണ്ട് ഇവിടെ ഫീസ് എത്രയാണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വരെയായിരിക്കും. അപ്പോൾ അവർ വരുമ്പോൾ ഒരു 2 മിനിറ്റ് കിട്ടിയെന്ന് വെച്ചെങ്കിൽ ആ 2 മിനിറ്റിൽ അവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവർക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് തടി കൂടണോ തടി കുറയ്ക്കണോ അങ്ങനെ എന്നുള്ളത് നമ്മൾ ഒരു സെക്കൻഡിൽ അതെല്ലാം നമ്മൾ ഒരു അനലൈസിസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അവരെന്താ പണി ചെയ്യണമെന്ന് വെച്ചാൽ ആ പണിയിൽ അവർക്ക് എങ്ങനെ ടൈം ഉണ്ടാകും, നൈറ്റ് ഷിഫ്റ്റാണോ ഈവനിങ് ഷിഫ്റ്റാണോ മോർണിംഗ് ഷിഫ്റ്റാണോ എങ്ങനത്തെ ഷിഫ്റ്റാണ്, അപ്പോൾ ആ സമയത്തിൽ അവരിനെ ഏത് സമയത്ത് നമ്മൾ കൊണ്ടുവരാൻ പറ്റും, ഏത് സമയത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ആ ഒരു 4 ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യണേ അങ്ങനെ ഒന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അറിയും ഇങ്ങനത്തെ ഒരു ഇതിലുണ്ടാവും എന്നുള്ളത്. സോ അത് നമ്മൾ അറിഞ്ഞ് കൺവേർട്ട് ചെയ്യണം. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ജിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കും മന്ത്ലി നമുക്ക് കിട്ടുന്ന ഇൻകം എങ്ങനെയായിരിക്കും, ഇയർലി മന്ത്ലിയോ നമുക്ക് എത്ര രൂപയായിരിക്കും നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത്? നമ്മൾ ആദ്യം സ്ഥലം, അതിനൊരു റെൻറ്റ് ഉണ്ട്. സോ ആ റെൻറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൽ കിട്ടണതിൽ ട്രെയിനേഴ്സ്, എക്യുപ്മെന്റ് മെയിൻ്റനൻസ്, ക്ലീനിങ് ഇതെല്ലാം വന്ന് ഒരു 1 to 2 lakhs. അതായത് 5 ലക്ഷത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി തന്നെ നമുക്ക് 2 ലക്ഷം ഇൻകം അതിൽ നിന്ന് നേടാൻ പറ്റും അല്ലേ? വളരെ നല്ലൊരു ബിസിനസ് ആണല്ലേ? അതായത് ചെറിയ ഒരു ബിസിനസ് സ്റ്റാർട്ടാകുമ്പോൾ അവർക്ക് വന്ന് ഒരു 30,000 മുതൽ 15 ലക്ഷം വരെ മാസം ഇൻകം ഉണ്ടാക്കുന്ന ജിംസ് വരെ ഉണ്ട് ഇവിടെ ആൾക്കാരുടെ ഒരു മാസത്തിന്. അത് ഏരിയനനുസരിച്ചാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ജിം ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ തുടങ്ങിയതിന് ശേഷം നമ്മൾ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്ന് ചെയ്യണ പോലെ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാ വിധത്തിലും സക്സസ് ആയിട്ട് പോകാൻ പറ്റിയ രീതിക്ക് നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഒരു ജിം എന്നുള്ളത് കാലത്ത് 5 മണിക്ക് ക്ലയൻസ് വരാൻ തുടങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ 4 മണിക്ക് എണിക്കുന്നവരായിരിക്കണം. അല്ല 4 മണിക്ക് എണിക്കുന്ന ആരെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് ഫസ്റ്റ് ട്രെയിനേഴ്സ്. രണ്ടാമത് എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്ന് നമ്മൾ അത്യാവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്ന് നമ്മൾ ഉണ്ടാവണം. നമ്മൾ ഓരോന്നില്ല എന്ന് പറയുമ്പോൾ ഓരോ ദിവസം കൂടുമ്പോഴും നമുക്ക് ഓരോ ക്ലയൻസ് ഇപ്പോൾ എല്ലാവരും വന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കണം എക്യുപ്മെൻറ്റ്സിൻ്റെ ഇതിൽ. ക്ലീനിങ്, ബാക്കിയുള്ള ലൈറ്റിങ്സ്, ബാക്കിയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഇതെല്ലാം വന്ന് നമുക്ക് ആ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്ത്. സോ അതിൽ നമുക്ക് വലിയ ഫോക്കസ് ഇല്ല. ചിലർ സാധാരണ ഒരു രീതിയിൽ തന്നെ അവരുടെ ബിസിനസ് ചെയ്യും. ഇനിയൊരുത്തർ വന്ന് അഡ്വാൻസ്ഡ് ആയ രീതിയിൽ പോകും. സോ ഇപ്പോൾ അപ്ലിക്കേഷൻ അത് ഇത് വേണ്ട എല്ലാം വന്ന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ചിലവർ സാധാരണ ക്ലയൻസിനെ വന്ന് ഡെയിലി ബേസ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അത് കൂടെ തന്നെ അവർ ചെയ്യാൻ പറ്റും. ബിസിനസ് നമ്മൾ തുടങ്ങിയപ്പോൾ മുതലേ പറയുന്നുണ്ട്, അതായത് ഫിറ്റ്നസ് ട്രെയിനിങ് അതൊരു സെപ്പറേറ്റ് ഒരു മേഖലയായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുമോ? ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനിങ്, അതായത് ഈ ട്രെയിനർമാർ അതൊക്കെ അതിനെന്തെങ്കിലും സർട്ടിഫൈഡ് കോഴ്സസ് ഉണ്ടോ? എങ്ങനെയാണ് നമുക്കൊരു ട്രെയിനർ ആവാൻ സാധിക്കുന്നത്? സർട്ടിഫൈഡ് കോഴ്സസ് ഉണ്ട്. ഇതിൽ ചെറിയ രീതിയിൽ നിന്ന് വലിയ രീതി വരയ്ക്കും ഉള്ള കോഴ്സസ്, അതായത് 0 ലെവലിലിരുന്ന് നമുക്ക് അഡ്വാൻസ് ലെവൽ വരയ്ക്കും ഉള്ള കോഴ്സസ് ഓരോ സിറ്റിയിലും ഓരോ കൺട്രിയിലും അതിനായിട്ട് ഒരു കോഴ്സ് ഉണ്ട്. സോ നമ്മൾ സാധാരണ വന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ടും തിയറി ആയിട്ടും
ട്രെയിനേഴ്സ് ഉണ്ടാവണം. പ്രാക്ടിക്കൽ എല്ലാമേ അറിഞ്ഞിരിക്കണം, അതേപോലെ തിയറി എല്ലാമേ അഡ്വാൻസ്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഒരു ജനറൽ ട്രെയിനർ എന്ന് പറയുമ്പോൾ അവർക്ക് വന്ന് വർക്കൗട്ട് നോളേജ് മാത്രം ഉണ്ടായാൽ മതി. പക്ഷേ പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഒരു ഡോക്ടറിൻ്റെ എന്ത് നോളേജ് ഉണ്ടാകുമോ ആ നോളേജ് അവർക്ക് ഉണ്ടാവണം. സോ അത് വന്ന് സർട്ടിഫിക്കേഷൻ ചെയ്തവർക്ക് അധികമായിട്ട് അറിഞ്ഞിരിക്കാൻ ചാൻസുകളുണ്ട്. സർട്ടിഫിക്കേഷൻ ചെയ്യാത്തവർക്കും ഇത് അറിയാനുള്ള ചാൻസസ് ഉണ്ട്. സോ അവർ വന്ന് നല്ല രീതിയിൽ ഇതിൽ ട്രെയിനായിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങളും അഡ്വാൻസ് ലെവൽ വരെ അവർ അറിഞ്ഞിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കുന്നത്? എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ ഇത് പഠിക്കാനായിട്ട്? കോഴ്സസ് നിറയുണ്ട്. അതായത് കുറേ വിധത്തിലുണ്ട്. അതായത് മെഡിസിൻ, ന്യൂട്രീഷൻ, എക്സസൈസ് തെറപ്പി, പിന്നെ ബോഡി ബിൽഡിങ്, ഓരോന്നും ഓരോ രീതിയിലുള്ള കോഴ്സസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 0 ലെവലിൽ നിന്ന് തന്നെ കോഴ്സസ്. ഇതിനൊക്കെ ഏകദേശം ഫീസ് എങ്ങനെയായിരിക്കും വരുന്നത്? ഫീസ് ഞങ്ങൾ ചെയ്യുമ്പോൾ 30,000, 20,000 ആ റേഞ്ചിലുണ്ടായി. ഇപ്പോൾ വന്ന് 1 ലക്ഷം വരെ ഫീസസ് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര കാലാവധി ആയിരിക്കും ഒരു കോഴ്സിന് ഉണ്ടാവുന്നത്? നോർമലായിട്ട് ഒരു കോഴ്സ് 0 ലെവലിൽ നിന്ന് സ്റ്റാർട്ടാകുമ്പോൾ നമുക്ക് ഒരു 3 മാസം കോഴ്സ് ചെയ്യാനുള്ളതുണ്ടാവും. ഇപ്പോൾ നമ്മൾ അബ്രോഡിലാണ് പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അബ്രോഡിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ, ഏസ്, സോ അങ്ങനത്തെ സർട്ടിഫിക്കേഷനെല്ലാം ഇപ്പോൾ വന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. സോ ഒരു ചിലർ വന്ന് സർട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും അവർക്ക് വന്ന് പ്രാക്ടിക്കലായിട്ടൊന്നും അറിയില്ല. സോ പ്രാക്ടിക്കൽ തിയറി രണ്ടും വന്ന് അത്യാവശ്യം അവർ ഉള്ളപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആദ്യം ഉണ്ടാവണം. വെറും സർട്ടിഫിക്കേഷൻ മാത്രം ചെയ്തതുകൊണ്ട് അവർ ഒരു ട്രെയിനറായിട്ട് പോകാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കേഷൻ എന്നുള്ളത് ഒരു ചിലർ പൈസ കൊടുത്തും മേടിക്കുന്നുണ്ട്. സോ എല്ലാ സ്ഥലത്തും നോളേജ് എന്നുള്ളത് എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ള ഒരുത്തരിൻ്റെ കയ്യിലിരുന്ന് അവരിൻ്റെ നോളേജ് അവർ സർട്ടിഫിക്കേഷൻ ചെയ്തു പോകുമ്പോൾ അവരിൻ്റെ വാല്യൂ ഒന്ന് വേറെ ആയിരിക്കും. സോ നമ്മൾ ഇത്ര കാലറീസാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യണം. നമുക്ക് ഒരു 5 ലക്ഷം റുപ്യ തൊട്ട് തുടങ്ങാൻ പറ്റും. ജിമ്മ് തുടങ്ങാനുള്ള കറക്റ്റായ സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അധികം ക്രൗഡഡ് ഉള്ള സ്ഥലമാണ് എല്ലാവർക്കും പറ്റിയത്.